എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസിൻ്റെ സെക്കൻഡ് പേപ്പർ അതാത് സബ്ജക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് പേപ്പറിലെ മൊഡ്യൂൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോസറിൽ നിന്നാണ്. അപ്പോൾ ചോസറിനെ കുറിച്ച് ഡീപ്പായിട്ട് നോക്കുന്നതിന് മുമ്പ് ഏർലി ഹിസ്റ്ററി, ലിറ്ററേച്ചറിൻ്റെ ഒരു ഏർലി ഹിസ്റ്ററി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ആ ഒരു പീരീഡ് അനുസരിച്ച് തന്നെ നോക്കിയിട്ട് പിന്നെ നമുക്ക് സിലബസിലേക്ക് ഓരോ പോയിൻ്റ് വൈസ് ഡീൽ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ആംഗ്ലോ സാക്സൺ ഏജ് നോക്കാം. ആംഗ്ലോ സാക്സൺ ഏജിനെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 410 to 1066 AD വരെയാണ്. അപ്പോൾ നമുക്കറിയാം ഇൻവേഡ് ചെയ്ത് വന്നവർ അല്ലെങ്കിൽ അങ്ങോട്ട് കയ്യേറി വന്നവരാണ് ആംഗിൾസ്, സാക്സൺ, ജൂട്ട്സ് എന്നിങ്ങനെയുള്ള ആളുകൾ. അവർ വന്നത് നോർത്ത് വെസ്റ്റ് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അതിനു മുമ്പ് അവിടുത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആരായിരുന്നു? അവരായിരുന്നു ബ്രിട്ടേൺസ് അല്ലെങ്കിൽ സെൽസ് എന്നറിയപ്പെട്ടിരുന്ന ആളുകൾ. അവർ 55 BC തൊട്ട് 410 വരെയായിരുന്നു ഇവരുടെ ഒരു പീരീഡ് ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രിട്ടോൺസ് താമസിച്ചിരുന്ന നാടിനെയാണ് ബ്രിട്ടൻ എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെ ഈ ഇൻവേഷൻ കഴിഞ്ഞ്, അതായത് ആംഗ്ലോ സാക്സൺ ജൂട്ടിഷ് ഇൻവേഷന് ശേഷം ആ ലാൻഡ് എന്തെന്നറിയപ്പെടാൻ തുടങ്ങി? അവരുടെ ലാൻഡ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് നോക്കാം എങ്ങനെയുള്ള ആളുകളായിരുന്നു ആംഗ്ലോ സാക്സൺ പീപ്പിൾ, എങ്ങനെയുള്ളവരായിരുന്നു എന്ന്. അവർ വാരിയേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ സീഫറേഴ്സ് ആയിരുന്നു. അപ്പം നമുക്കറിയാം ഇൻവേഷൻസ് ഒക്കെ നടക്കുന്നത് സീയിലൂടെയാണല്ലേ. അപ്പോൾ ഓരോ ഫൈറ്റും ഇൻവേഷൻസും എല്ലാം നടക്കുന്നത് സീക്ക് വലിയൊരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ അവർ സീഫറേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർ അഡ്വഞ്ചറസ് പീപ്പിളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏജിൽ ഒത്തിരി ഫൈറ്റ് കാണാൻ പറ്റും. ഫൈറ്റ് ബിറ്റ്വീൻ ട്രൈബ്സ് എന്നുള്ളത് ഒരു എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഏജിൽ. ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ഇടയ്ക്കുള്ള ഫൈറ്റ് വളരെ പ്രൊമിനൻ്റ് ആയിരുന്നു. കാരണം ഈ ഇൻവേഷൻ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി ഫൈറ്റ്സ് അവരുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജിനെ ഡാർക്ക് ഏജ് എന്നും കൂടി നമുക്ക് വിളിക്കാം. ഈ ഡാർക്ക് ഏജ് എന്ന് വിളിക്കാൻ വേറൊരു കാര്യമുണ്ട്. കാരണം അവിടെ സയൻറ്റിഫിക് റീസണിങ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ഫൈറ്റും ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ ഒരു ലിറ്റററി പേഴ്സ്യൂട്ട്സ് ഒന്നും അവിടെ നടന്നിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ എഡ്യൂക്കേഷനും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പ്രിൻറ്റിങ് പ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല, ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ഡിസ്കവറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിനും അത്രയധികം പ്രാധാന്യം ആളുകൾ അന്നേരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഏജിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ക്രിസ്ത്യനൈസേഷൻ ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ 597 AD കാൻറ്റർബറിയിലേക്ക് ഒരു ക്രിസ്ത്യൻ മിഷണറി വരികയാണ്. ആരുടെ നേതൃത്വത്തിലാണ്? സെൻറ്റ് അഗസ്റ്റിൻസിൻ്റെ നേതൃത്വത്തിൽ. ഒരു ചെറിയ സ്പെല്ലിംഗ് എറർ വന്നിട്ടുണ്ട്. STINES എന്നാണ് കേട്ടോ. അപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബിലീവേഴ്സ് ഓഫ് പേഗൻസും അല്ലെങ്കിൽ നോൺ ബിലീവേഴ്സ് ആയിട്ടുള്ള ആളുകളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇതൊരു വലിയ ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്രിസ്ത്യനൈസേഷൻ അല്ലെങ്കിൽ ഈ കൺവേർഷൻ ആ ഒരു കാര്യം ലിറ്ററേച്ചറിലും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ഒന്ന് നോക്കാം. അവരുടെ ലിറ്ററേച്ചറിൽ മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ എലമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ നേച്ചർ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നേച്ചർ എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്, സീഫറേഴ്സ് ആണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ ലിറ്ററേച്ചറിലും ഈ ബാറ്റിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്വഞ്ചർ ഇങ്ങനെയുള്ള ഒത്തിരി എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വളരെയധികം സ്ട്രോങ് ഒരു റിലീജിയസ് കൺവിക്ഷനും ഈ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ സമയത്ത് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയത്, ഇനിയിപ്പോൾ ഏതൊരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാലും അത് ആ ഒരു പീരീഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ സമയത്തെ ആളുകളുടെ വേ ഓഫ് ലിവിങ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ജോലികൾ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ് ലിറ്ററേച്ചർ. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിച്ച ഒരു സോഴ്സാണ് എക്ലീസിയാസ്റ്റിക് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ. വെനറബിൾ ബീഡ് എഴുതിയ 731 AD വെനറബിൾ ബീഡ് എഴുതിയ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ എന്നുള്ള ആ ഒരു വർക്കാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൻ്റെ ഒരു സോഴ്സ് നമ്മൾ
പറയുന്നത്. ഇതിൽ മോർ ദാൻ 30,000 ലൈൻസ് ഉണ്ട്. 4 മാനുസ്ക്രിപ്റ്റ്സിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. ഒരു ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മിക്സ്ചറാണ്. ഒരു നേറ്റീവ് ബ്രിട്ടോണിക് ലാംഗ്വേജിൻ്റെയും ജർമാനിക് ലാംഗ്വേജിൻ്റെയും മിക്സ്ചറായിട്ടുള്ള ആംഗ്ലോ സാക്സൺ ലാംഗ്വേജാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ നമുക്കറിയാം, ആ സമയത്ത് ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ കൂടുതലും ലിറ്ററേച്ചർ വന്നിട്ടുണ്ടാവുക പോയട്രിയിലായിരിക്കാം. അപ്പോൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ അങ്ങനെ തന്നെ പോയട്രി ഉണ്ട്, പ്രോസും ഉണ്ട്. ഇനി പോയട്രി തന്നെ നമുക്ക് ഹീറോയിക് പോയട്രി എന്നും ക്രിസ്ത്യൻ പോയട്രി എന്നും ലിറിക് അല്ലെങ്കിൽ എലിജീസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ആ പോയട്രിയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് നോക്കാം. ആ സമയത്ത് പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കോമ്പൗണ്ട് വേർഡ്സ്. അതുപോലെ തന്നെ അലിട്രേഷൻ മീൻസ് റെപ്പിറ്റേഷൻ ഓഫ് കൺസണൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് വേർഡ്സ്. ഇതൊക്കെയായിരുന്നു പോയട്രിയിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്, യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് അങ്ങനെയായിരുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 3 നമുക്ക് തിരിക്കാം. ഹീറോയിക് പോയട്രി എന്നും ക്രിസ്ത്യൻ പോയട്രി എന്നും ലിറിക് അല്ലെങ്കിൽ എലിജി എന്നും തിരിക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഹീറോയിക് പോയട്രി അല്ലെങ്കിൽ വാർ പോയട്രി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹീറോയിക് പോയട്രി അല്ലെങ്കിൽ വാർ പോയട്രി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട മെയിൻ വർക്കാണ് ബിയോൾഫ്. അതൊരു എപ്പിക്കാണ് അല്ലേ. ഈ വർക്ക് 975 to 1025 ഇതിൻ്റെ ഇടയിലാണ് ഈ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഈ ബെയോൾഫിൻ്റെ പോയറ്റ് എന്ന് പറയുന്നത് ഒരു അനോണിമസ് പോയറ്റാണ്. നമുക്ക് പോയറ്റിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. മോർ ദാൻ 3000 ലൈൻസ് വരുന്നുണ്ട് ഈ ഒരു പോയത്തിൽ. ഇനി ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ബെയോൾഫ് എന്ന് പറയുന്നത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പറയുന്നത്. ഇനി ബെയോൾഫ് ഒരു മോൺസ്റ്റർ ഗ്രൻഡലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഡാനിഷ് കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോൺസ്റ്ററിനെ ബെയോൾഫ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഡാനിഷ് കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ബെയോൾഫ് എന്ന് പറയുന്ന ഗ്രേറ്റ് അഡ്വഞ്ചറർ. അതുപോലെ നമ്മുടെ ഹെറോഡ് പാലസാണ് ബെയോൾഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഗ്രൻഡലിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ സ്റ്റോറി പറയുന്നുണ്ട്. ഒരു പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രൻഡലിനെ കൊന്നതിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൻഡലിൻ്റെ മദർ മോൺസ്റ്റർ വരുന്നുണ്ട്. ഈ മദർ മോൺസ്റ്ററിനെ ബെയോൾഫ് അറ്റാക്ക് ചെയ്ത് ഈ മദർ മോൺസ്റ്ററിനെ കൊല്ലുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ഇത് ഓറൽ നറേറ്റീവ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഇത് ഓറൽ നറേറ്റീവിലായിരിക്കണം വന്നിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ മിക്ക നറേറ്റീവ്സും ഓറൽ നറേറ്റീവായിട്ടാണ് വന്നിട്ടുണ്ടാവുക. കുറേ നാൾക്ക് ശേഷം ഒരു ചർച്ചിലുള്ള ഒരു ക്ലർക്ക് ആണ് ഈ ഒരു പോയം എഴുതുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പോയറ്റ് നമുക്ക് അനോണിമസ് ആണ്. ചർച്ചിലെ ക്ലർക്ക് ഈ പോയം എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവാം, ക്രിസ്ത്യൻ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവാം, കുറേ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വേർഷനിൽ നിന്നും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടാവാം മേ ബി. ബെയോൾഫിനെ കൂടാതെ വേറെയും പോയട്രീസ് ആ സമയത്ത് വന്നിട്ടുണ്ട്. മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് പോയട്രീസാണ്. ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ബെയോൾഫ്. അതുപോലെ തന്നെ ഫൈറ്റ് അറ്റ് ഫിൻസ്ബർഗ്, ബാറ്റിൽ ഓഫ് ബ്രണ്ടൻബർഗ്, ബാറ്റിൽ ഓഫ് മാൽഡൻ. ഇതെല്ലാമാണ് മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് പോയട്രീസ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് പോയട്രീസാണ് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്ക്സ് എല്ലാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എലിജീസ് അല്ലെങ്കിൽ ലിറിക് പോയട്രിയാണ്. അപ്പോൾ എലിജീസ് അല്ലെങ്കിൽ ലിറിക് പോയട്രിക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ദ വാണ്ടറേഴ്സ് ഉണ്ട്, സീഫറോർ, ദ വൈഫ്സ് ലാമൻറ്റ്, ഹസ്ബൻഡ്സ് മെസ്സേജ്, ദ റൂയിൻ. ഇതൊക്കെ എലിജീസ് അല്ലെങ്കിൽ ലിറിക് പോയട്രിക്ക് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പോയംസിനെ കുറിച്ച് പറയുമ്പോൾ ഓൾഡസ്റ്റ് പോയം എന്നറിയപ്പെടുന്ന ക്രിസ്ത്യൻ പോയം വിറ്റ് സ്മിത്ത് ആണ്. അത് എഴുതാൻ വിട്ടുപോയതാണ്, നോട്ട് ചെയ്താൽ മതി. വിറ്റ് സ്മിത്ത് ആണ് ഓൾഡസ്റ്റ് പോയം ക്രിസ്ത്യൻ പോയംസിൽ. പിന്നെ ക്രിസ്ത്യൻ പോയംസിൻ്റെ പ്രധാന പ്രത്യേകത അതിൽ ബിബ്ലിക്കൽ എലമെൻറ്റ്സ് എന്തായാലും ഉണ്ടാവും. ക്രോസ് ഇങ്ങനെയുള്ള എലമെൻറ്റ്സൊക്കെ നമുക്ക് ക്രിസ്ത്യൻ പോയംസിൽ കാണാൻ പറ്റും. മോണിയൻ സ്കൂളെന്നും സിനെവുൾഫിയൻ സ്കൂളെന്നും രണ്ടായിട്ട് തിരിക്കാം. ചിലയിടത്ത് കിനെവുൾഫിയൻ എന്ന് കാണാറുണ്ട്. കാറ്റ്മോണിയൻ സ്കൂൾ, കിനെവുൾഫിയൻ സ്കൂൾ, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. കാറ്റ്മോണിയൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ കാറ്റ്മൻ എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ അല്ലെങ്കിൽ കാറ്റ്മൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പോയട്രീസാണ് കാറ്റ്മോണിയൻ സ്കൂളിൽ വരുന്നത്.
സിനെവുൾഫിയൻ സ്കൂളിൽ സിനെവുൾഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോയട്രികളാണ് വരുന്നത്. ഈ കാറ്റ്മോണിയൻ സ്കൂളിൽ, അതായത് നമ്മുടെ കാറ്റ്മൻ എഴുതിയ പോയട്രിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നോക്കാം. കാറ്റ്മൻ എഴുതിയ പോയട്രി വളരെ ഓർഡിനറി പോയട്രിയാണ്. അപ്പോൾ ഈ കാറ്റ്മൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഓർഡിനറി ആയിട്ടുള്ള ആളാണ്. മൊണാസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദിവസം പോയംസ് എഴുതാനുള്ള കഴിവങ്ങ് കിട്ടുവാണെന്നാണ് വിശ്വാസം. എന്നിട്ട് അദ്ദേഹം പോയംസ് റിസൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഒരു ദിവസം തൊട്ട് അദ്ദേഹം പോയംസ് റിസൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് അറിയപ്പെടുന്നത് ഹിം ഓഫ് ക്രിയേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിംസ് കൂടുതലും ഡീൽ ചെയ്യുന്നത് സ്റ്റോറി ഓഫ് ജെനസിസ് ആണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ വേറെ പോയംസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എക്സോഡസ്, ഡാനിയൽ, ഇതുമൊക്കെ കാറ്റ്മൻ സ്കൂളിൽ വരുന്ന അല്ലെങ്കിൽ കാറ്റ്മൻ എഴുതിയ മറ്റുള്ള പോയംസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയംസ്, അദ്ദേഹം ഒരു ഓർഡിനറി ആയിട്ടുള്ള ആളായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയംസും വളരെ ഓർഡിനറി ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല വർക്ക്സും മിസ്സിംഗ് ആണെന്നും കൂടി ഈ സമയത്ത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. അടുത്ത നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സിനെവുൾഫിയൻ സ്കൂളാണ്. അപ്പോൾ സിനെവുൾഫ് എഴുതിയ പോയട്രീസാണ് സിനെവുൾഫിയൻ സ്കൂളിൻ്റെ കീഴിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പോയം കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോയംസ് ആണ്. അദ്ദേഹത്തിൻ്റെ പോയംസിൽ വരുന്നതാണ് ദ ക്രൈസ്റ്റ്, ജൂലിയാന, ഫേറ്റ്സ് ഓഫ് അപ്പോസ്റ്റൽ, എലീൻ, ഫീനിക്സ് ആൻഡ് ജൂഡിത്ത്, ദ ഡ്രീം ഓഫ് ദ റോഡ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രീസ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോയംസിൽ അദ്ദേഹം എഴുതുമ്പോൾ ഒരു പ്രത്യേക സിഗ്നേച്ചർ ഇട്ടിരുന്നു. അപ്പോൾ ആ സിഗ്നേച്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് സിനെവുൾഫിൻ്റെ പോയംസ് ആയിരുന്നു എന്ന്. ഇത് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോയംസ് ആണ്. പക്ഷേ കാറ്റ്മൻ്റെ പോയം എങ്ങനെയായിരുന്നു? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓണസ്റ്റ് ഫ്ലോ ഓഫ് ഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ. നെക്സ്റ്റ് നമുക്ക് പ്രോസ് നോക്കാം. പ്രോസ് ഓഫ് കോഴ്സ് നമുക്കറിയാം, പ്രോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹിസ്റ്ററി ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ടൈമിലെ ആ ഒരു പീരീഡിലെ ഹിസ്റ്ററി പറയുന്നതായിരിക്കും പ്രോസ് എന്ന് പറയും. ഈ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് പറയേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരാളാണ് കിങ് ആൽഫ്രഡ്. വളരെ കീ ഫിഗറാണ് അദ്ദേഹം. അദ്ദേഹം വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് അഡോപ്റ്റ് ചെയ്ത് റൈറ്റ് ചെയ്തിരുന്ന ആളാണ്. കാരണം അദ്ദേഹം വെസ്റ്റ് സാക്സൺ കിങ് ആയിരുന്നു. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ആംഗ്ലോ സാക്സൺ, ഇത് 9th to 11th century ആ ഇടയ്ക്കാണ് നമുക്ക് ഈ വർക്ക് എഴുതപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ അത് നറേറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററിയാണ്, ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയാണ് നറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും വലിയ സോഴ്സായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ടും നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൻ്റെ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ആ സമയത്തുണ്ടായിരുന്ന വർക്ക്സുകൾ, ആളുകൾ, അവരുടെ രീതികൾ, ഇങ്ങനെയുള്ള ഫുൾ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സോഴ്സാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ അദ്ദേഹം ഒത്തിരി വർക്ക്സുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേവിത്യൂസ് ഫിലോസഫി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻസ് ആണ്. ഇനി അടുത്തൊരു കീ ഫിഗർ എന്ന് പറയുന്നത് ആൽഫ്രിക് ആണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കീ ഫിഗറാണ് ജെഫ്രി ഓഫ് മോൺമൂത്ത്. ഹി റോട്ട് ദ ഹിസ്റ്ററി ഓഫ് കിങ് ഓഫ് ബ്രിട്ടൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രോസിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാം ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓറലായിട്ട് വന്നിട്ടുള്ളതാണ്. ഇറ്റ് കം ഡൗൺ ടു അസ് ത്രൂ 4 manuscripts. 4 manuscripts താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെ എക്സിറ്റർ ബുക്ക്, നോവൽ കോഡെക്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ കണ്ടു. സോഴ്സ് നിങ്ങളും വായിക്കണം, കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ പോയിൻറ്റ്സും കളക്ട് ചെയ്യണം. ഇവിടെ ഒരു ഓവറോൾ ഐഡിയ ആണ് തന്നിട്ടുള്ളത്. That's all for today. Thank you.